അപ്പോൾ സൗഹൃദങ്ങളില്ല ഇന്ന് മലയാള സിനിമയിൽ, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എനിക്കൊരു ആഗ്രഹം ഉണ്ടാ. സൗഹൃദത്തെ മിസ്യൂസ് ചെയ്യാത്ത ആളാണ് ഞാൻ. സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരുപാട് പേര് ഡയറക്ടേഴ്സ്, കൺട്രോളേഴ്സ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ നമ്പർ എൻ്റെ ഫോണിലുണ്ട്. ആർക്കും ഒരു ഗുഡ് മോർണിംഗ് പോലും ഞാൻ വിടാറില്ല. കാരണം നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. എന്തുകൊണ്ട് അവർ ഓർക്കുന്നില്ല? അവർ ഓർക്കണം ഒരു നിർബന്ധമില്ല. ഞാനാരാ? മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടിയെ മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല, മലയാള സിനിമയാണ് മമ്മൂട്ടിക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരും മസ്റ്റല്ലല്ലോ ജിൻ. മനോജിനൊരു ജീവിതം കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ ആര് തരാനാ? എന്നാരും തരില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഭാഗ്യം ആണോ? പിന്നെ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്ന ഇപ്പം അജിൻ, എനിക്കിപ്പോൾ അജിൻ എന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം നീ ഒരു പടം പഠിക്കുകയാണെങ്കിൽ എനിക്ക് പറയാടാ, നീ സംവിധാനം ചെയ്യാൻ പോകുന്ന കേട്ടു, ചേട്ടനും ഓർക്കണം കേട്ടോ, ഇല്ലേ? ആ അടുപ്പത്തിൽ പറയാൻ പറ്റും എനിക്ക്. ഞാൻ ആരുടെ അടുത്തും പോയി ഒന്നും ആവശ്യപ്പെടാറില്ല. ആവശ്യപ്പെടാത്ത വേറൊന്നും കൊണ്ടുമല്ല. എന്തിനാണ് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണേ? നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായില്ലേ? നോ പറഞ്ഞാൽ നമുക്ക് ഫീലും ആവും. അവർ നോ പറയാല്ല, അവർ ശരിയെന്ന് പറയും. പക്ഷേ മനോജ് ഇത്ര അടുപ്പുണ്ടായിട്ട് മനോജിനൊന്നും സഹായിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ, കാരണം വർക്കിൻ്റെ കാര്യം പലരും പല തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെയൊക്കെ നമ്മളതുകൊണ്ട് മാനസികമായിട്ട് എന്തിനാ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്? എനിക്ക് മാക്സിമം ഞാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുന്നവന്. ഈ ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പം ഇതുവരെ ചിന്തിക്കുന്നതിനപ്പുറം നല്ലൊരു റോള് കിട്ടട്ടെ. ഇൻഷാ അല്ലാ എന്ന് വെച്ചാൽ നമ്മൾ പടച്ചോനെ അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ഒരു പാട്ടിലോട്ട് പോയാലോ? ഒരു പാട്ട് കേൾക്കാം. പാട്ടോ? എന്ത് പാട്ട്? ഏതെങ്കിലും ഇഷ്ടമുള്ള പാടിക്കോ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് പെട്ടുപോണത്. അതാ എല്ലാ പാട്ടുകാരും ഒരു പ്രശ്നമല്ലേ? പാട്ടുകാരുടെ ഞാൻ പാട്ടുകാരനല്ലല്ലോ. പാട്ടുകാരൻ എനിക്കറിയാം. ഞാൻ ജസ്റ്റ് എൻ്റെ അമ്മയ്ക്ക് ആ ഒരു സംഗീതം ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ, എൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ പാട്ടുകാരനാക്കണമെന്ന്. അപ്പോൾ അവനെ പഠിപ്പിക്കാനോ പോക്ക് ചെയ്താ ഞാനവിടെ ഉഴപ്പൻ. എനിക്ക് എൻ്റെ മനസ്സ് മുഴുവൻ അഭിനയമായിരുന്നു. പാട്ടിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ പാട്ട് എൻ്റെ ജീവനാണ്, അത് വേറെ കാര്യം. സംഗീതം ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, സിന്ദൂരമുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ, വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ. അപ്പോൾ ഈ കൊതി തീരും വരെ ഇവിടെ ജീവിച്ചു മരിച്ച മനുഷ്യരുണ്ടോ അല്ലേ? അതെ. നമുക്ക് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ സംബന്ധിച്ചിട്ട് ഓപ്പോസിറ്റാ. എനിക്ക് നാളെ മരിച്ചാലും പേടിയില്ല. കാരണം പേടിയില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു വിചിത്ര മനുഷ്യനാണ് ഞാൻ. എന്നെ പിടി കിട്ടത്തില്ല ആർക്കും. പിടിയൊക്കെ കിട്ടും, കുറച്ചു നേരം സംസാരിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാം അങ്ങ് തുറന്ന് പറയും. തെറ്റ് കണ്ടാൽ ചിലപ്പോൾ പറയും, കുറ്റം കണ്ടാൽ പറയും, വിമർശിക്കും. എന്നെ പറഞ്ഞാലും ഞാൻ ഉൾക്കൊള്ളുന്നവനാ. അതുകൊണ്ട് ഞാൻ പിടിച്ച മുയലിന് 5 കൊമ്പെന്ന് പറഞ്ഞ് വാദിച്ചിട്ടില്ല. എനിക്കൊരു തെറ്റ് പറ്റിയാൽ സോറി, എനിക്ക് പറ്റിപ്പോയത് തെറ്റാണ്. ഞാൻ ഈ മരണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 1/2 നൂറ്റാണ്ടായി ഇപ്പം ഞാൻ ഈ ഭൂമിയിൽ. 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു. അതല്ല ഏറ്റവും വലിയ ഭാഗ്യമല്ല അതൊക്കെ. അതെ. 100 ആയാലും 150 ആയാലും മനുഷ്യൻ്റെ മോഹത്തിന് അതിരില്ല. 90 വയസ്സുവരെ ആളോട് ചോദിച്ചു നോക്കി, ഒരു 10 വർഷം കൊണ്ട് കിട്ടിയെന്നായിരുന്നു പറയും. എനിക്കിപ്പോഴും ഞാൻ പറയണം, ഞാൻ മരണത്തെ ഒരിക്കലും ഭയപ്പെടുന്നില്ല. അവനം ജനിച്ചാൽ മരിക്കണം, അത് സത്യമാണത്. അതെ. ഇതുവരെ കിട്ടിയതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് നല്ലൊരു അച്ഛനും അമ്മയുണ്ട്, നല്ല സഹോദരങ്ങളുണ്ട്, മക്കളുമുണ്ട്, അവർ ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിചരിക്കുന്ന നല്ലൊരു മകനെ കിട്ടി. അച്ഛനും അമ്മയും മനസ്സിലാക്കുന്ന, അച്ഛൻ്റെ അമ്മയുടെയും എന്താണ് ആ അച്ഛനും അമ്മയുടെ ഒരിതെന്ന് മനസ്സിലാക്കുന്ന ഒരു മകനെ കിട്ടി. കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയിന്നും വച്ചും എൻ്റെ ഭാര്യയും മോനും പെരുവഴിയിലും കിടക്കില്ല. ഒരിക്കലും ആ വാക്കുകൾ പറയാതിരിക്കട്ടെ. അതോടൊപ്പം അല്ല, ഞാൻ പറഞ്ഞത് പോവാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് അങ്ങനെ ഭയമില്ലെന്ന് പറഞ്ഞു. മനസ്സിലായി. അതിനെ ഭയപ്പെടാത്തവന് പിന്നെ ഒന്നിനും ഭയമില്ല. അതെ. എന്നും പറഞ്ഞ് നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കാൻ വേണം. ഈ കുശാഗ്രഹം കൊണ്ട് നടക്കരുത്, ബുദ്ധിയും കൊണ്ട്. അപ്പോഴും നമ്മുടെ മനസ്സ് തകർന്നു പോകും. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് പിടിച്ചു നോക്കി. അങ്ങനെ
നാളെ മുതൽ പിടിച്ചു നോക്കാം. പിടിച്ചു നോക്ക്. ഞാൻ തമാശ പറഞ്ഞല്ലെന്നേ. അതെ. ഞാൻ ചോദിക്കട്ടെ അജിൻ, നിങ്ങളിപ്പോൾ നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പല മതങ്ങൾ, പല ഗ്രന്ഥങ്ങൾ, ഞാൻ അടിയുറച്ച ദൈവവിശ്വാസിയാണ്. ഞാൻ പണ്ട് പഠിച്ച കാര്യങ്ങളല്ലല്ലോ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുമ്പോൾ അമ്പലത്തിൽ ചെന്ന് തൊഴുവണം, അവിടെ ദേവി നമ്മളെ നോക്കി ഇങ്ങനെ കാണിക്കും. ആ ദേവി ഇങ്ങനെ കാണിച്ചോ, അതാണ്. അതെന്തിനാ അമ്പലത്തിൽ പോകണേ, എന്തിനാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്? പിന്നീട് നമ്മൾ വളരും തോറും നമ്മൾ ലോകത്തെക്കുറിച്ച് അറിയാണ്, ശാസ്ത്രത്തെക്കുറിച്ച് അറിയാണ്. ഒരിക്കലും ദൈവവിശ്വാസത്തെ ഞാൻ തള്ളിപ്പറയില്ല. കാരണം ഒരു സുപ്രീം പവർ ഉണ്ട്. ഇപ്പോൾ ഈ മൈത്രേയൻ പുള്ളിയുടെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ കണ്ടില്ലേ, കുറച്ചൊക്കെ അതിൽ സത്യമുണ്ട്. കുറേയൊക്കെ പുള്ളി പറഞ്ഞാൽ നമുക്ക് ചിലതൊക്കെ പറ്റില്ല ഡൈജസ്റ്റിങ്. കുറച്ചൊക്കെ അതിൽ എന്തൊക്കെയോ ഉണ്ട്. അതിൽ എന്നാലും പുള്ളി പറഞ്ഞ എല്ലാം യോജിക്കാൻ പറ്റത്തില്ല. എല്ലാം യോജിക്കാൻ ഞാൻ സമ്മതിക്കും. എല്ലാം അത് പറ്റില്ല.